ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ആസിഫ് അലി നായകനെത്തിയ രേഖാചിത്രം സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഞായറാഴ്ചയിലേക്ക് എത്തപ്പെട്ട് നിൽക്കുകയാണല്ലോ. ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ പോസിറ്റീവ് ലഭ്യമായ സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ ശനിയാഴ്ച ഒരു വമ്പൻ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ പ്രതീക്ഷിച്ച പോലെ 18 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് വെറും 3 ദിവസങ്ങൾ കൊണ്ട് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. 18 കോടിയിലേക്ക് രേഖാചിത്രം കളക്ഷൻ എത്തപ്പെട്ടതോടെ ആസിഫ് അലി നേടിയെടുത്ത പുതിയ നേട്ടങ്ങളെക്കുറിച്ചും മറികടന്ന സിനിമകളെക്കുറിച്ചെല്ലാം തന്നെയാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആസിഫിന്റെ അതിവേഗത്തിൽ കളക്ഷൻ കുതിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഒരു പോലീസ് കഥാപാത്രത്തെ ആസിഫ് അവതരിപ്പിച്ച സിനിമ കൂടിയാണല്ലോ. ഇപ്പോഴത്തെ ആസിഫിന്റെ മുൻ സിനിമകളിൽ പോലീസ് കഥാപാത്രമായിട്ടെത്തിയ കൂമൻ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായ 14 കോടി ഇപ്പോഴത്തെ രേഖാചിത്രം മറികടന്നിരിക്കുകയാണ്. 2022 അന്ന് പോസിറ്റീവ് ലഭ്യമായ കൂമൻ തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതേ കൂമന്റെ ഫൈനൽ കളക്ഷനാണ് ഇപ്പോഴത്തെ രേഖാചിത്രം മറികടന്നിരിക്കുന്നത്. ആസിഫിന്റെ മറ്റൊരു പോലീസ് കഥാപാത്രത്തെ നാം സമീപകാലത്ത് കണ്ട തലവൻ എന്ന സിനിമയുടെ 24 കോടി കളക്ഷനും അടുത്ത ദിവസങ്ങളിൽ രേഖാചിത്രം മറികടക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിനിടയിൽ കഴിഞ്ഞ വർഷം ഒരു പോലീസ് കഥാപാത്രത്തെ നാം കണ്ട മറ്റൊരു മലയാളം സിനിമയായിരുന്നല്ലോ ടൊവിനോ തോമസ് നായകനെത്തിയ അനീഷിപ്പിൻ കണ്ടെത്തും. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ 16 കോടി ഫൈനൽ കളക്ഷൻ ആയിരുന്നു നേടിയെടുത്തത്. ആ കളക്ഷനും രേഖാചിത്രം മറികടന്നിരിക്കുകയാണ്. അങ്ങനെ നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമയ്ക്ക് മറികടക്കാനുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ അത് സിനിമയുടെ സംവിധായകന്റെ ആദ്യ സിനിമയായ ജോഫിൻ ഡി ചാക്കോയുടെ ദി പ്രീസ്റ്റ് എന്ന സിനിമയുടെ കളക്ഷനാണ്. മമ്മൂട്ടി നായകനെത്തിയ 2021 കോവിഡ് കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അന്ന് പോസിറ്റീവ് നേടിയെടുത്തിട്ടും 28 കോടി ഫൈനൽ കളക്ഷൻ ആയിരുന്നു നേടിയെടുത്തത്. ആ കളക്ഷനും അടുത്ത ദിവസങ്ങളിൽ രേഖാചിത്രം മറികടക്കുമെന്ന കാര്യത്തിൽ നിലവിൽ നമുക്ക് സംശയമൊന്നും തന്നെയില്ല. എന്തായാലും കാത്തിരിക്കൂ രേഖാചിത്രത്തിന്റെ തുടർന്നുള്ള കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ വാർത്തകൾക്ക്.